പണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അത് ശരിയാണെങ്കിൽ എന്തിനാ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ അതിനു പിന്നാലെ ഓടുന്നത്? അച്ഛനമ്മമാർ മക്കളുടെ ഭാവിക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മറക്കുന്നു. രാജ്യങ്ങൾ പണത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു. സുഹൃത്തുക്കൾ പോലും പണത്തിന്റെ പേരിൽ പരസ്പരം ചതിക്കുന്നു. സത്യത്തിൽ നമ്മളെല്ലാം പണത്തിന് അടിമകളാണ്. സമൂഹം അംഗീകരിക്കുന്ന ഒരേ ഒരു ലഹരിയാണ് പണം. നിങ്ങളുടെ കയ്യിൽ കാശ് കൂടുന്തോറും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും. കയ്യിൽ കാശ് കുറവാണെങ്കിലോ നിങ്ങളെ ആരും ശ്രദ്ധിക്കുക പോലുമില്ല. പക്ഷേ ശരിക്കുമുള്ള സത്യം എന്താണെന്ന് വെച്ചാൽ പണം ഒരു വില്ലനല്ല, അതിനേക്കാൾ അപകടം പിടിച്ച ഒന്നാണ്. കാരണം പണം ഒരു കണ്ണാടി പോലെയാണ്. അത് നമ്മളെ ചീത്തയാക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അത് നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് പണം ഒരു വില്ലനാണോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മളെല്ലാം ഇതിന് അടിമകളാണെങ്കിൽ ഇത് നമ്മളെ നശിപ്പിക്കാതെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്ന് ചോദിക്കാം. കാലങ്ങളായി നമ്മൾ പണത്തെയാണ് കുറ്റം പറയുന്നത്. മതങ്ങൾ അതിനെതിരെ മുന്നറിയിപ്പ് തരുന്നു. വലിയ ചിന്തകർ അതിനെ വിഷമെന്ന് വിളിക്കുന്നു. പക്ഷെ സത്യത്തിൽ പണമൊന്നുമല്ല, അത് വെറും കടലാസ് മാത്രമാണ്, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കുറച്ച് അക്കങ്ങൾ. അതിന് സ്വന്തമായി നല്ലതോ ചീത്തയോ ഇല്ല. അതിനൊരു ആത്മാവില്ല. അത് കയ്യിൽ വെക്കുന്ന ആളുടെ സ്വഭാവം എന്താണോ അതിനെ വലുതാക്കി കാണിക്കും, അത്രമാത്രം. ഒരു അത്യാഗ്രഹിയുടെ കയ്യിൽ കിട്ടിയാൽ അത് അഴിമതിക്ക് കാരണമാകും. പേടിയുള്ള ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ അവർ വലിയ മതിലുകൾ പണിയാൻ അത് ഉപയോഗിക്കും. നല്ല കാഴ്ചപ്പാടുള്ള ഒരാളുടെ കയ്യിൽ കിട്ടിയാലോ അത് ആശുപത്രികളും സ്കൂളുകളും നല്ല ഭാവിയും ഉണ്ടാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒളിച്ചു വെക്കുന്ന നമ്മുടെ ഉള്ളിലെ ദുഷ്ടതയെ പണം പുറത്തു കൊണ്ടുവരും എന്നാണ്. പണത്തെ കാശായിട്ടല്ല, ഒരു എനർജി ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. സമൂഹത്തിലൂടെ ഒഴുകി നടക്കുന്ന ഒരു എനർജി. അത് രാജ്യങ്ങൾ ഉണ്ടാക്കുന്നു, യുദ്ധങ്ങൾക്ക് ശക്തി കൂട്ടുന്നു, വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. അത് ഉപയോഗിക്കാതിരുന്നാൽ ആ എനർജി അവിടെ കിടന്ന് നശിക്കും. അത് വെറുതെ പാഴാക്കി കളഞ്ഞാൽ ആ എനർജി ചിതറിപ്പോകും. എന്നാൽ ഒരു ലക്ഷ്യത്തോടെ ഉപയോഗിച്ചാൽ ആ എനർജി ഇരട്ടിയാകും. മോർഗൻ ഹൗസിൽ പറഞ്ഞത്, പണം തരുന്ന ഏറ്റവും വലിയ കാര്യം അത് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം, അതാണ് ഏറ്റവും വലിയ എനർജി. നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവ്. പക്ഷേ ഇവിടെ ഒരു അപകടമുണ്ട്. ഒരഡിക്റ്റിന് കിട്ടുന്ന സ്വാതന്ത്ര്യം അവൻ ശരിയായി ഉപയോഗിക്കില്ല. ജീവിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളിപ്പോൾ പണത്തിന് പിന്നാലെ ഓടുന്നത്, അതൊരു ലഹരിയായി മാറിയതുകൊണ്ടാണ്. നമുക്ക് കിട്ടുന്ന ഓരോ പ്രൊമോഷനും ശമ്പള വർധനവും ഓരോ ഹിറ്റ് പോലെയാണ്. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. കാരണം ലഹരിക്ക് എപ്പോഴും കൂടുതൽ വേണം. അത് പാവപ്പെട്ടവൻ ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കുന്നതായാലും പണക്കാരൻ സ്റ്റാറ്റസിന് വേണ്ടി പണം സമ്പാദിക്കുന്നതായാലും ജീവിതം വ്യത്യസ്തമാണെങ്കിലും ലഹരി ഒന്ന് തന്നെ. ഏതൊരു ലഹരിയും പോലെ പണം നിങ്ങളെ മാറ്റുന്നില്ല. അത് നിങ്ങളുടെ ഉള്ളിലെ സ്വഭാവത്തെ കുറച്ചുകൂടി വലുതാക്കി കാണിക്കും. നിങ്ങൾക്ക് എപ്പോഴും പേടിയും സംശയമാണെങ്കിൽ പണം നിങ്ങളുടെ പേടി കൂട്ടും. നിങ്ങളൊരു അഹങ്കാരിയാണെങ്കിൽ പണം നിങ്ങളെ ആർക്കും തൊടാൻ പറ്റാത്തവനാക്കും. എന്നാൽ നിങ്ങൾ അറിവുള്ളവനാണെങ്കിൽ പണം നിങ്ങളുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായിരിക്കും. പണം നമ്മളെ മാറ്റുന്നില്ല, അത് നമ്മുടെ മുഖം മൂടി വലിച്ചൂരി മാറ്റുന്നു. അപ്പോൾ പണം കണ്ണാടിയാണെങ്കിൽ, അതൊരു ലഹരിയാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളാതെ അതെങ്ങനെ ഉപയോഗിക്കാം? അതിനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. പണം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ കൺട്രോൾ ചെയ്യാൻ പണം ഉപയോഗിക്കാം. ഈഗോ വളർത്താനല്ല, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാം. നിങ്ങൾ ചിലവാക്കുന്ന ഓരോ രൂപയും ഓരോ വോട്ടാണ്. നിങ്ങളുടെ വളർച്ചയ്ക്കാണോ വോട്ട് ചെയ്യുന്നത്, അതോ പൊങ്ങച്ചത്തിനാണോ? സ്വയം മനസ്സിലാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അത്യാഗ്രഹമോ നിരാശയോ തോന്നുമ്പോൾ പണത്തെ കുറ്റം പറയരുത്. സ്വയം ചോദിക്കുക, എൻ്റെ ഏത് സ്വഭാവമാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നതെന്ന്. കാരണം നിങ്ങൾ ആരാണെന്നുള്ള സത്യം പണം എപ്പോഴും നിങ്ങളോട് പറയും. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സത്യസന്ധമായ ഒരു കണ്ണാടി ആയിരിക്കാം അത്. അത് നമ്മളുടെ അത്യാഗ്രഹം കാണിച്ചു തരുന്നു, നമ്മുടെ പേടി കാണിച്ചു തരുന്നു, നമ്മുടെ അറിവും കാണിച്ചു തരുന്നു. അത് നമ്മളെ തന്നെയാണ് കാണിച്ചു തരുന്നത്. അതിനർത്ഥം ചോദ്യം പണം ഒരു വില്ലനാണോ എന്നല്ല. ചോദ്യം, നിങ്ങൾ ഇത് കയ്യിലെടുക്കുമ്പോൾ നിങ്ങളുടെ ഏത് മുഖമാണ് അത് വെളിപ്പെടുത്തുന്നത് എന്നാണ്. നമ്മളെല്ലാം അതിന് അടിമകളാണെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം നമ്മൾക്ക് പണത്തിൽ അഡിക്റ്റ് ആവാതെ, അത് നമ്മളെ അടിമയാക്കാതെ നമ്മളെ സ്വതന്ത്രനാക്കാനായി നമുക്കത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നതാണ്.